ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ AD Tech. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഫോൺ റിവ്യൂ ആയിട്ടാണ്. ആൻഡ് ഈ ഫോൺ റിവ്യൂ നിങ്ങളുടെ ചില ഫ്രണ്ട്സ് ഉണ്ടാവും, അവർക്കായിട്ടുള്ള സജഷൻ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ബിക്കോസ് നിങ്ങൾ ഈ 2025 S22 Ultra, S23 Ultra, S23 FE, S22 FE ഇതൊക്കെ ആയിരിക്കില്ലേ നിങ്ങൾ എടുക്കുന്നുണ്ടാവുക ഈ 2025 സെക്കൻഡ് ഹാൻഡ് ആയിട്ടും ഫസ്റ്റ് ആയിട്ടും അല്ലേ? ശരിക്കും പറഞ്ഞാൽ അത് വേസ്റ്റാണ്. ഈ 2025 പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ ഇതിൽ ഗ്രീൻ ലൈൻ വരും. ഇനി ഗ്രീൻ ലൈൻ വന്നില്ല, രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? അല്ല, രക്ഷപ്പെട്ടില്ല. നിങ്ങൾക്ക് റീബൂട്ടിൻ്റെ പിന്നെ അത് വെച്ചാൽ റീബൂട്ടിൻ്റെ സയൻസ് ഒക്കെ ആയിട്ട് അത് വെച്ചാൽ വെറുതെ ഒരു കാര്യമില്ല, അത് റീസ്റ്റാർട്ട് ആയിക്കൊണ്ടേയിരിക്കും. വെറുതെ ഒരു കാര്യമാണ്. സോ ഞാൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 2025 S25 Ultra തന്നെ എടുക്കണം. S25 Ultra അല്ലെങ്കിൽ S25 FE. നിങ്ങളിങ്ങനെ ഓരോ വർഷം കൂടുന്നോറും പുതിയ പുതിയ ഫോൺ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം, അതാണ് അർത്ഥം. സോ ഞാൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സാംസങ്ങിൻ്റെ ഈ ഫോൺ വെറുതെ വേസ്റ്റിന് എടുക്കുക. ഈ 2022 2023 1 ലക്ഷം കൊടുത്തിട്ടായിരിക്കും നിങ്ങൾ ഈ ഫോൺ എടുത്തിട്ടുണ്ടാവുക. ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേസ്റ്റായി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഈ 2025 പുതിയ ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം S25 Ultrയിലോട്ട്. S25 Ultrയിലോട്ട് പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനായാലും തോനെ പൈസ ചിലവാകും, 1 ലക്ഷമൊക്കെ. സോ നിങ്ങൾ ടൈറ്റ് ബഡ്ജറ്റിലാണ് ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഒരു അടിപൊളി ക്യാമറ ഫോൺ ഞാൻ സജസ്റ്റ് ചെയ്യാം. 2 ക്യാമറ ഫോൺസാണിത്. ആൻഡ് ഈ 2 ഫോൺസും ഒരേ കമ്പനീൻ്റെ ആണ്, ഹോണോറിയാണ് കേട്ടോ. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഹോണോർ 200 ലൈറ്റ്. ഹോണോർ 200 ലൈറ്റ് ഇറക്കിയേക്കുന്നത് 2024 ഏപ്രിലാണ്. ആൻഡ് ഇതിൻ്റെ ബാക്ക് ക്യാമറ എന്ന് വെച്ചാൽ 108 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 5 മെഗാ പിക്സൽ അൾട്രാ വൈഡ്, 2 മെഗാ പിക്സൽ മാക്രോ ക്യാമറ. ആൻഡ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ 50 മെഗാ പിക്സലാണ്. ഈ 50 മെഗാ പിക്സൽ തന്നെയാണ് സാംസങ്ങിൻ്റെ A16, A15, A36 A55 56 M35 M35 ഇതിലൊക്കെ ബഡ്ജറ്റ് ഫോണായിട്ട് മിഡ് റേഞ്ച് ഫോണിലായാലും 50 മെഗാ പിക്സലാണ് കൊടുത്തേക്കുന്നത്. ബാക്ക് ക്യാമറ അത് വെച്ചാൽ മെയിൻ ക്യാമറ ആയിട്ട് ഇറക്കിയേക്കുന്നത്. സോ ഞാൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഫ്രണ്ട് ക്യാമറ ആണ്, അത് വെച്ചാൽ മെയിൻ ക്യാമറയാണ് ഫ്രണ്ട് ക്യാമറ ആക്കിയിട്ട് വെച്ചേക്കുന്നത്. വിച്ച് ഈസ് ആക്ച്വലി എ ഗുഡ് ഫോൺ ഫോർ ഫോട്ടോഗ്രാഫി എന്ന് ഞാൻ പറയാം. ആൻഡ് നൈറ്റോഗ്രാഫി ഇതിൻ്റെ അടിപൊളിയാണ്. അത് വെച്ചാൽ ഹോണോറ മിക്ക ഫോണും എല്ലാ ഫോൺസും നൈറ്റോഗ്രാഫി നല്ല രസമായിട്ട് എടുക്കുന്നുണ്ട്. ബിക്കോസ് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ ഹോണോറ X7B ആണ് കയ്യിലിരിക്കുന്നത്. ആൻഡ് അതിൽ നൈറ്റോഗ്രാഫി അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. അത് വെച്ചാൽ നല്ല ക്ലാരിറ്റിയോടെ എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആൻഡ് ആ ഫോണിനെ കുറിച്ച് ഞാൻ റിവ്യൂ ചെയ്യുന്നുണ്ട്. അത് സെക്കൻഡ് ഫോണായിട്ട്. ഇപ്പം ഞാൻ ഹോണോർ 200 ലൈറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ്, ഈ ഹോണോർ 200 ലൈറ്റിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സൈഡ് മൗണ്ടഡ് ആണ്. പിന്നെ അതിൻ്റെ ഡിസ്പ്ലേ 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് 90 Hz. ആൻഡ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറ. അതാണ് ആദ്യത്തെ കാര്യം. മിക്ക ഫോൺസിലും 5 മെഗാ പിക്സൽ ഇല്ല, 2 മെഗാ പിക്സലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. 5 മെഗാ പിക്സൽ കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കൂടി ക്ലാരിറ്റിയോടെ എടുക്കാൻ പറ്റും എന്ന് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഈ ഹോണോർ 200 ലൈറ്റിൻ്റെ രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത്. ഡിസ്പ്ലേക്ക് ആക്കുമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുഴപ്പമില്ല എന്ന് പറയാം. സൈഡ് മൗണ്ടഡ് ആയാലും കുഴപ്പമില്ല, രസമൊക്കെ ഉണ്ട് ഈ ഫോൺ. ആൻഡ് അതാണ് രണ്ടാമത്തെ കാര്യം. ആൻഡ് തേർഡ് കാര്യം എന്ന് വെച്ചാൽ ഇത് 1080pയിലാണ് വീഡിയോ റെക്കോർഡിങ് അവൈലബിൾ. 4Kയിലേക്കൊന്നും പോകുന്നില്ല. അതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ 90 Hz ആണ് കൊടുത്തേക്കുന്നത്. ഞാൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 120 Hz കൊടുക്കുക എന്ന് വെച്ചാൽ കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് 24,990 ആണ് വരുന്നത് ഇന്ത്യൻ റുപ്പീസിൽ. സോ അതും വേറെ കാര്യം. ഇത്ര 4 ഡിസഡ്വാൻറ്റേജാണ് ഈ ഫോണിലിരിക്കുന്നത്. വയർലെസ് ചാർജിങ് സപ്പോർട്ടഡ് അല്ല, അത് 5th. ഇത് ഇറക്കിയേക്കുന്നത് 2024 ഏപ്രിൽ. സോ ഞാൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കൊടുക്കുമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോൺ എന്ന് പറയായിരുന്നു. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കാര്യം. ആൻഡ് ഇതിൻ്റെ പ്രൊസസ്സർ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 6080 ആണ് വരുന്നത്. ആൻഡ് ഇത് വരുന്നത് 256 GB സ്റ്റോറേജ്,
6GB റാമിലാണ് വരുന്നത്. ആൻഡ് ഓൾസോ 256GB സ്റ്റോറേജ് 12GB റാമിലും വരും. സോ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്. ഞാൻ ബാറ്ററിയുടെ കാര്യം വിട്ടുട്ടോ. 4500 mAh ആണ്. ആൻഡ് ഇതിൽ 35 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. ബാറ്ററി ആയാലും ഒരു വിഷയമായിരുന്നു. 4500 mAh കൊടുക്കണ്ടായിരുന്നു. 5000 mAh കൊടുക്കുമായിരുന്നു വെച്ചെങ്കിൽ ഓക്കെ ആയിരുന്നു അറ്റ്ലീസ്റ്റ്. സോ ഇതൊക്കെയാണ് ഹോണോറിൻ്റെ 200 ലൈറ്റിനെ കുറിച്ച്. സോ ഹോണോർ X7B ഇറക്കിയേക്കുന്നത് 2023 ഡിസംബറിലാണ്. ആൻഡ് ഈ ഫോണിൻ്റെ മെയിൻ ക്യാമറ 108 മെഗാ മെയിൻ ക്യാമറ, 5 മെഗാ അൾട്രാ വൈഡ്, 2 മെഗാ ഡെപ്ത് വ്യൂ ക്യാമറ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ 8 മെഗാ ആണ്. ഇതിൻ്റെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് 6.8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ, 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൻ്റെ 850 ആണ് കൊടുത്തേക്കുന്നത്. ഇത് മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 6080 വരും. സോ നിങ്ങൾ സൂക്ഷിച്ചെടുക്കണം. ഇതിൽ സ്നാപ്ഡ്രാഗൻ്റെ ഈ പറഞ്ഞ പ്രൊസസ്സർ അല്ല ചിങ്ങ, മീഡിയടെക്കിൻ്റെ അല്ല ചിങ്ങ, വേറെ വല്ല പ്രൊസസ്സറാണ് ചിങ്ങ. നിങ്ങൾ ഒരിക്കലും വാങ്ങരുത്, അത് ഫേക്ക് ആയിരിക്കും. ആൻഡ് ഇതിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ടഡ് അല്ല. പിന്നെ വീഡിയോ റെക്കോർഡിങ് 1080 പിക്സലാണ് കിട്ടുന്നത്. വീഡിയോ റെക്കോർഡിങ് അവൈലബിൾ. ആൻഡ് വേറെ അങ്ങനെയൊന്നുമില്ല. ആൻഡ് ഇതിന് ബാറ്ററി 6000 mAh, സ്റ്റോറേജ് 128GB സ്റ്റോറേജിൽ 6GB റാം, 128GB സ്റ്റോറേജ്, 12GB റാം, 256GB സ്റ്റോറേജ്, 6GB റാം, 256GB സ്റ്റോറേജ്, 8GB റാമിലാണ് കിട്ടുന്നത്. സോ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സ്. ആൻഡ് ഈ ഫോൺ 19,990 ഇറക്കണത്. സോ ഈ രണ്ട് ഫോൺസും നോക്കുകയാണെന്ന് വെച്ചാൽ അണ്ടർ 25,000 കിട്ടുന്നത്. സോ ഈ രണ്ട് ഫോൺസ് അടിപൊളിയാണ്. ഫോട്ടോസൊക്കെ എടുക്കാനായാലും, ഫോട്ടോസ് ഫ്രണ്ട് ക്യാമറയിലൊക്കെ നല്ല ക്വാളിറ്റി വേണം വെച്ചാൽ 200 ലൈറ്റിലേക്ക് കിടക്കാം നമുക്ക്. പക്ഷേ ഫോട്ടോസൊക്കെ ബഡ്ജറ്റാണ്. എനിക്ക് അണ്ടർ 20Kയിലേക്കൊക്കെ വേണം വെച്ചാൽ നിങ്ങൾ ഹോണോറിൻ്റെ X7B എടുത്തോ. ധൈര്യമായിട്ടും ഗെയിം പ്ലേ ആയാലും രണ്ട് ഫോണിലായാലും നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ലൈക്ക് 60 FPS ഒക്കെ 60 IT ആ റേഞ്ചിലേക്കൊക്കെ പോകുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഒക്കെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ ബെൽ ബട്ടണും കൂടി അമർത്തിക്കുക. ആൻഡ് വേറെ വല്ല ഫോൺ റിവ്യൂസ് ചെയ്യണം ചെയ്യുക കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്തോ. അപ്പോൾ ഞാൻ റിവ്യൂ ചെയ്യാം.